എന്റെ ദൈവമേ! ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആണ് ലാസ്റ്റ് പ്രൊമോ വന്നിരിക്കുന്നത്. അനുമോളും അപ്പാനിയും കൂടെ കടിച്ച് കീറുന്ന കണക്ക് അടിയുണ്ടാക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ അക്ബറും ഉണ്ട്. അവര് പറയുന്ന കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം PR വർക്കുകളുണ്ടോ? അനുമോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണോ പോയത്? അനുമോൾക്ക് ബിഗ് ബോസിനകത്ത് ചാരന്മാര് വല്ലതും ഉണ്ടോ? അനുമോൾ ഇതെങ്ങനെയാണ് പ്രേക്ഷകർ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്? ആകെ മൊത്തം കൺഫ്യൂഷനാണ്. എനിക്ക് കിളി പോയിരിക്കുകയാണ്. തുടക്കം തൊട്ട് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള അവസാനം തൊട്ടുള്ള കാര്യങ്ങളിൽ അനുമോൾ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് നൈസായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ഇപ്പൊ ലാസ്റ്റ് നടന്ന പ്രൊമോ അത് പറയുകയാണെങ്കിൽ, അടുക്കളയിലുണ്ടായ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അപ്പാനിയും അനുമോളും തമ്മിൽ ഭയങ്കര അടി. അപ്പാനി പറയുന്നത് അനുമോളടുത്ത് എന്തോ ഒരു റീസൺ പറഞ്ഞു വരികയാണ്. പക്ഷേ തിരിച്ച് അനുമോള് പറഞ്ഞ വാക്ക്, നിങ്ങൾ എല്ലാരും കൂടി ഒരു പാവം പെണ്ണിനെ പുറത്താക്കിയപ്പോൾ നിങ്ങൾക്ക് മതിയായല്ലോ എന്ന്. പാവം പെണ്ണെന്ന് ഉദ്ദേശിച്ചത് ബിൻസിനെയാണ്. ബിൻസി പുറത്തായത് അപ്പാനി കാരണമാണ് എന്ന് അനുമോൾ അവിടെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുറത്ത് അങ്ങനെ ഒരു സംസാരമുണ്ട്. അങ്ങനെ കമന്റ്സുകൾ ധാരാളം വരുന്നുണ്ട്. ലൈക്ക് ബിൻസിയും അപ്പാനിയും തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ അത് ഈ ജിയോ ഹോട്ട്സ്റ്റാറിലെ ഒരു പോസ്റ്ററായിട്ട് വരെ അത് കണ്ടു. അതപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ എന്തൊരു നാണക്കേടാണ്, ഇതൊന്നും എടുത്തിടാൻ പാടില്ല. കാരണം അപ്പാനിക്കൊരു ഫാമിലി ഉണ്ട്, ബിൻസിക്ക് ഫാമിലി ഇല്ലെന്നല്ല. പക്ഷെ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പാനി. അപ്പാനിയും ബിൻസിയും തമ്മിൽ അങ്ങനെ ചേർത്ത് പറയുന്നതിനോട് 1% പോലും എനിക്കൊരു തമാശയ്ക്ക് പോലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മളത് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഇപ്പൊ അനുമോള് പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ പുറത്ത് ഇത്തരത്തിലുള്ളൊരു സംസാരമുണ്ട് എന്നും ബിൻസിയെ മനഃപൂർവ്വം ആൾക്കാർ വോട്ട് കൊടുക്കാതെ തോൽപ്പിച്ച് ഇറക്കി വിട്ടതാണ് എന്നും അങ്ങനൊരു ധ്വനിയാണ് അനുമോള് പറയുന്നത്. ഇനി അനുമോള് ഈ പറഞ്ഞ വിഷയം അവിടെ നിൽക്കട്ടെ. അതിന്റെ പേരിൽ അക്ബറും അപ്പാനിയും കൂടെ അനുമോളെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് ബഹളം വെക്കുന്നുണ്ടേ. തൊട്ട് മുമ്പുള്ളൊരു കേസ് എടുക്കാം. ഇപ്പോ അടുക്കളയിൽ കറക്റ്റായിട്ട് ഫുഡ് കിട്ടുന്നില്ല, അതൊക്കെ അവിടുത്തെ വിഷയങ്ങളാണ്. റെന ഫാത്തിമയ്ക്ക് ഓൾറെഡി ഇവിടെ കുറെ പേര് അനീഷിന്റെ അടുത്ത് റെന ഫാത്തിമ സംസാരിച്ച രീതി വെച്ചിട്ട് തന്നെ റെന ഫാത്തിമയ്ക്ക് ഇങ്ങനൊരു ഇമേജ് ഉണ്ട്. ആ രീതിയിലാണ് ഇന്നത്തെ ദിവസം അനുമോൾ റെന ഫാത്തിമയോട് സംസാരിച്ചത്. പിന്നെ നമുക്ക് ജിസേലിന്റെ കേസിലോട്ട് വരാം. ജിസേലിന്റെ കേസിൽ ശരിക്കും നിയമം ലംഘിച്ച കാര്യവും മേക്കപ്പ് ഇടുന്ന കാര്യവും പിന്നെ അവിടെ ആണുങ്ങളെല്ലാം മൊണ്ണ എന്ന് പറഞ്ഞതും ജിസേലിന്റെ പിന്നിൽ ഈ ആണുങ്ങളെല്ലാം മണപ്പിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതും ഒക്കെ അനുമോള് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് ബിഗ് ബോസ് വീടിന് പുറത്ത് ഈ പ്രേക്ഷകരും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇത് പറയുന്നതിൽ പല ആണുങ്ങളും പറയുന്നത് അത് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അത് ഭയങ്കര കുശുമ്പും അസൂയയുമാണെന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. പക്ഷെ ഈ പറച്ചില് ഇങ്ങനൊരു കാര്യം ഇപ്പൊ ജിസേല് ബിഗ് ബോസിലുള്ളത് കൊണ്ട് മാത്രം ബിഗ് ബോസ് കാണുന്ന കുറെ ചെറുപ്പക്കാരന്മാരും അമ്മാവന്മാരും മാമന്മാരും ഒക്കെ ഉണ്ട് എന്നുള്ള കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അനുമോൾക്ക് എന്തെങ്കിലും തേർഡ് ഐ ഉണ്ടോ, അതോ എന്തെങ്കിലും ചാരന്മാരുണ്ടോ? ഏതായാലും ശരി, ലാസ്റ്റ് വന്ന പ്രൊമോ അടുക്കളയിൽ ക്യാപ്റ്റനും അനുമോളും തമ്മിലുള്ള അടിയാണെന്ന് കൂടി ഓർക്കണം. കിച്ചൺ ടൈമിൽ നടക്കുന്ന വലിയ ഒരു ലഹള, അത് ഇപ്പം ഈ ഉച്ച വരെ വളരെ ഹാപ്പി ആയിട്ടാണ് അവരെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് നല്ല ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ അത് നമ്മൾ തൊട്ട് മുമ്പ് അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു പ്രൊമോ കണ്ടത്. ഈശ്വര, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ. കാരണം അനുമോളെ കുറിച്ച് എനിക്ക് വേറെ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ വളരെയധികം പോസിറ്റീവായിട്ട് നല്ലൊരു ഗെയിമർ ആണ്, അനുമോളും ജിസയിലും നല്ല ഗെയിമർ ആണെന്ന് പറഞ്ഞാണ് എല്ലാ വീഡിയോകളിലും അനുമോളിനെ കുറിച്ച് പറയേണ്ട അവസ്ഥ വരുന്നുണ്ട്. ബിക്കോസ് അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അനുമോളെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷെ ഈ പറച്ചില് ഒരു 1.5 പറച്ചിലാണ്. അനുമോൾക്ക് ഇങ്ങനെ മനസ്സിലായി ബിൻസിയുടെ കാര്യം. ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, ബിൻസിയുടെ അനുമോൾ നേരിട്ടൊരു ഉപദേശം കൊടുത്തിരുന്നു. ഇമാതിരി അപ്പാനിയുമായിട്ടുള്ള ഒരു കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്തത് മോശമാണ്, പുറത്ത് അത് നെഗറ്റീവായിട്ട് വരും എന്ന രീതിയിലൊരു സൂചന ബിൻസിക്ക് അനുമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഷോക്കിംഗ് ആണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാം. അതുപോലെ അനീഷിനൊപ്പം അനുമോൾ നിന്ന ഒരു സാഹചര്യം, അതാണല്ലോ കലാഭവൻ സരികയ്ക്ക് അനുമോളോട് ദേഷ്യം വന്നത്. അനീഷിന് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുമോള് അപ്പാനിയുമായിട്ട് ചേർന്നിട്ട് അനീഷിനെ ചതിച്ചതല്ല, അതിനു വേണ്ടിയിട്ടാണ് അവസാനത്തെ റൗണ്ട് വന്നപ്പോൾ അനീഷേട്ടാ നന്നായിട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ട് അനുമോള് ചെയ്തു. അതും അനുമോള് ചെയ്തു. അനുമോൾ ഡബിൾ അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശരി, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുക. അതുപോലെ ഇത് ലൈവിൽ വന്നിട്ടില്ല, ഇത് ലൈവിൽ വരുമ്പോൾ ഉടനെ തന്നെ ഞാൻ വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കുറച്ച് നിസ്സാരമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.